പതിയെ പതിയെ ഇറാൻ ഇപ്പോഴത്തെ യുദ്ധക്കളം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് യുദ്ധത്തിൻ്റെ കളമെല്ലാം ഇപ്പോൾ ഇറാൻ്റെ കയ്യിലായിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും നിശ്ചയിക്കുന്നിടത്തേക്കല്ല പോകുന്നത്, നേരെ മറിച്ച് ഇറാൻ തീരുമാനിക്കുന്നിടത്തേക്കാണ് ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും അമേരിക്കയും ആക്രമണം കടുപ്പിക്കുന്നതോടെ ഇറാൻ കീഴടങ്ങുമെന്നും അവിടെ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ പുതിയൊരു ഭരണാധികാരി വരുമെന്നുമൊക്കെയായിരുന്നു ട്രംപും നെതന്യാഹുവും ദാസനും വിജയനും പോലെ ഒന്നിച്ച് കണ്ട സ്വപ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിവാസ്വപ്നം എന്ന് പറയുന്നത്. എന്നാൽ ഐശ്വര്യത്തിൻ്റെ സൈറൻ മുഴങ്ങുന്നതിന് പകരം കേട്ടതത്രയും മാരകമായ അതിനൂതനമായ മിസൈലുകളുടെ സ്ഫോടന ദൃശ്യങ്ങൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ ആ ശബ്ദങ്ങൾ മാത്രമായിരുന്നു. ഇതോടെ നെതന്യാഹുവിൻ്റെ മുട്ടിൽ തീ പിടിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞെന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. കാരണം ഇസ്രായേൽ സമാനതകളില്ലാത്ത അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കും അതുപോലെ നാശത്തിലേക്കും വിനാശങ്ങളിലേക്കും കടക്കുകയാണെന്നുള്ള ഞെട്ടിക്കുന്ന മാധ്യമ വാർത്തകൾ പതിയെ പതിയെ ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങളിൽ പോലും വന്നു തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് ഇസ്രായേലിൽ അതിമാരകമായ ചില ആക്രമണങ്ങൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത് ക്ലസ്റ്റർ ബോംബ് ആക്രമണമാണെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഒടുവിൽ അവിടെ തന്നെ ടെൽ അവീവിൽ ഒരു വലിയ ആക്രമണത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. തെരുവുകൾ നിന്ന് കത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു, വാഹനങ്ങൾ തകർന്ന് തരിപ്പണമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വഴി പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ 6 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായതായും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അയൺ ഡോമിൻ്റെ പ്രതിരോധശേഷി കുറഞ്ഞു വരികയാണെന്നുള്ള ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം എത്ര മൂടി വെച്ചിട്ടും ലോകമറിയുന്ന വിധത്തിലേക്ക് വാർത്താ രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇവിടെ വ്യക്തമായി പറയേണ്ടിയിരിക്കുന്നത്. അതായത് ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഭയപ്പെട്ടതുപോലെ നിരന്തരമായ ആക്രമണങ്ങളിലേക്ക്, മിസൈൽ പ്രഹരങ്ങളിലേക്ക് ഇറാൻ കടന്നോടെ പണ്ട് ജൂണിൽ സംഭവിച്ചതിന് സമാനമായ പലതും ഇസ്രായേലിൽ വീണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓർമ്മയുണ്ടാകും ആ 12 ദിവസം നീണ്ടുന്ന യുദ്ധത്തെക്കുറിച്ച്. അന്ന് അമേരിക്കയും ഇസ്രായേലും ചെന്ന് ഇറാനെ അപ്രതീക്ഷിതമായ ഒരു വലിയ ആക്രമണം നടത്തുന്നു. അമേരിക്ക ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നു പോകുന്ന, അല്ലെങ്കിൽ തകർന്നു ഞങ്ങൾ വിജയിച്ചെന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. തൊട്ട് പിന്നാലെ ഇസ്രായേലിലേക്ക് 12 ദിവസം നീണ്ടു നിൽക്കുന്ന മിസൈൽ പെരുമഴയാണ് ഇറാൻ അഴിച്ചുവിട്ടത്, അല്ലെങ്കിൽ തൊടുത്തുവിട്ടത്. ഒടുവിൽ യുദ്ധം നിർത്തി ഓടേണ്ട ഗതികെട്ട ആ ഒരു ഗതികെട്ട സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്ക് പോകേണ്ട അവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഒരു യുദ്ധലക്ഷ്യം നേടാതെ പിന്തിരേണ്ട അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിയ അതൊരു പാളിപ്പായ ഓപ്പറേഷൻ ആയിരുന്നു എന്ന് മാത്രമല്ല, തിരിച്ചടികൾ അപ്രതീക്ഷിതവും അതികഠിനവുമായി മാറുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയും കാര്യങ്ങളുടെ പോക്ക് അങ്ങോട്ട് തന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഞാനായിരിക്കും ഇനി അടുത്ത ഇറാൻ ഭരണാധികാരിയെ തീരുമാനിക്കുക എന്നാണ്. പറഞ്ഞ 24 മണിക്കൂർ തികഞ്ഞില്ല, ഇറാൻ ഔദ്യോഗികമായി അവരുടെ പുതിയ പരമോന്നത നേതാവിനെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. ആയത്തുള്ള അലി ഖമീനിയുടെ മകനാണ് പുതിയ പരമാധികാരി. ഇത് അമേരിക്കയ്ക്ക് പല രീതിയിലും വലിയ പ്രഹരമാകുന്നുമുണ്ട്. ഒന്ന്, ആയത്തുള്ള അലി ഖമീനിയുടെ തുടർച്ച തന്നെ അവിടെ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നിശ്ചയദാർഢ്യം അതിനു മുന്നിൽ നിങ്ങൾ കീഴടങ്ങുകയല്ലാതെ മറ്റ് വഴിയില്ല എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയോട് ഞങ്ങൾക്ക് കീഴടങ്ങാനോ മുട്ടുകുത്താനോ മുട്ടുമടക്കാനോ കുനിഞ്ഞു നിൽക്കാനോ സൗകര്യമില്ല എന്ന്, ഒത്തുതീർപ്പിന് ഒരു താല്പര്യമില്ല എന്നും, ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നുമാണ്, രക്തസാക്ഷിയാവാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പിച്ചു തന്നെയാണ് ഖാംനിയുടെ മകനും ആ പദവി ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം അടുത്തത് ആരായാലും തട്ടിക്കളയുമെന്ന് അമേരിക്ക നേരത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ രക്തസാക്ഷിത്വം, മരണം എന്നതൊന്നും ഞങ്ങൾക്ക് പേടിയുള്ള കാര്യമല്ല. മരിക്കുന്നവരെയും അതിൽ മരിക്കുന്നത് വരെയും നിങ്ങളുമായി ശക്തമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് പോലെയായിരിക്കുകയാണ് ഇപ്പോൾ അവിടെ പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നും ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഇറാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയിലേക്കും പോകില്ല എന്ന് തന്നെ ഇവിടെ മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഈ യുദ്ധം അനന്തമായി നീളാനുള്ള സാധ്യതകളുമുണ്ട്. അമേരിക്കയും ഇസ്രായേലും ആയുധം താഴെ വെച്ചാലും ഇറാൻ തങ്ങളുടെ ലക്ഷ്യം നേടുന്നത് വരെ ഇനി ആയുധം താഴെ വയ്ക്കില്ല, യുദ്ധം അവസാനിപ്പിക്കുകയുമില്ല. നിങ്ങൾക്കറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ അമേരിക്ക പറയുന്നു ഇറാന്റെ സർവ്വസന്നാഹങ്ങളും ഞങ്ങൾ തകർത്തു കഴിഞ്ഞുവെന്ന്. മിസൈൽ ലോഞ്ചിങ് പാഡുകൾ തകർത്തു, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, ആയുധപ്പുറകൾ തകർത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ പറയുന്നത് 6 മാസത്തിലധികം ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് യുദ്ധം ചെയ്യാനുള്ള സാഹചര്യം ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് തന്നെയാണ്. കാരണം അതെന്താണെന്ന് അറിയുമോ, ഇറാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയിൽ വെച്ച് അവിടെ പലയിടങ്ങളിലും ആ രാജ്യത്തിൻ്റെ പകുതിയിലധികം പ്രദേശങ്ങൾ ആയുധങ്ങളും ആണവ കേന്ദ്രങ്ങളും ഒക്കെ ഒളിപ്പിച്ചു വയ്ക്കാൻ പര്യാപ്തമായതാണ്. അതുപോലെയുള്ള മലയിടുക്കുകളും അതുപോലെയുള്ള വനമേഖലകളും അടക്കം അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത രീതിയിലുള്ള സാറ്റലൈറ്റുകൾക്ക് പോലും ഡിഫൈൻ ചെയ്യാൻ സാധിക്കാത്ത ഒരുപാട് ഭൂഗർഭ ഗർത്തങ്ങളും പർവ്വതങ്ങളുടെ ഇടുക്കുകളും ഒക്കെയുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ്. സ്വാഭാവികമായിട്ടും ഇവിടങ്ങളിലൊക്കെ കിലോമീറ്ററോളം നീളുന്ന ഗർത്തങ്ങൾ, മിസൈൽ നഗരങ്ങളെല്ലാം ഇറാൻ അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആ പ്രദേശങ്ങളെക്കുറിച്ചുള്ള
ഒരു ട്രേസും അമേരിക്കയ്ക്കുമില്ല. അതുകൊണ്ടാണ് ഒരു വശത്ത് ഇസ്രായേൽ പറയുന്നു 80% വരുന്ന ഇറാന്റെ സന്നാഹങ്ങൾ ഞങ്ങൾ തകർത്തുവെന്ന്, തൊട്ടു പിന്നാലെ ടെല്ലവീവിൽ ഇവിടെ കത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ രാത്രി ഞങ്ങൾ ഇറാനെ അവസാനിപ്പിക്കുമെന്നും ഇറാന്റെ സൈനികശേഷി 90% കഴിഞ്ഞുവെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുന്ന സാഹചര്യമുണ്ടായി. ഇറാൻ പരാജയപ്പെട്ട രാജ്യമാണെന്ന് പറയുകയുമുണ്ടായി. 24 മണിക്കൂർ തികയും മുമ്പ് പുതിയ ഭരണാധികാരി വരുന്നു. 21 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി വിവരം ഇറാൻ പുറത്തുവിടുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ 10 കപ്പലാണ് നിന്ന് കത്തുന്നത്. അമേരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞ പിന്തുണ ഇതുവരെ ഒരൊറ്റ കപ്പലിനും അവിടെ കിട്ടിയിട്ടുമില്ല. അപ്പോൾ ട്രംപിൻ്റെ ഭീഷണികളും മറ്റ് ഈ പറയുന്ന അവകാശവാദങ്ങളുമൊക്കെ വെറും പൊള്ളയായ വാക്കുകൾ മാത്രമാണെന്നാണ് ഇവിടെ പറയേണ്ടത്. ആവിയായി പോകുന്ന സാഹചര്യമുണ്ട് എന്നതിൻ്റെ കൂടി തെളിവാണ് ഇപ്പോൾ ഇറാൻ നടത്തുന്ന ഈ മുന്നേറ്റങ്ങളെ നാം മനസ്സിലാക്കേണ്ടതും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ മുന്നേറ്റം എന്ന വാക്ക് ഇറാൻ്റെ വാക്കുകൾ കടമെടുത്ത് പറയുന്ന കാര്യമാണ്, അല്ലാതെ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. യുദ്ധം വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും നിലപാട്. എൻ്റെയും നിലപാട് അതുതന്നെയാണ്. ഒരു രാജ്യവും ഒരിക്കലും യുദ്ധവുമായി മുന്നോട്ട് പോകരുത്. പക്ഷേ ഈ യുദ്ധം ആര് തുടങ്ങി വെച്ചു, ആർക്ക് വേണ്ടി തുടങ്ങി എന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നമുക്ക് കൃത്യമായ ഉത്തരമുണ്ട്. ഇസ്രായേൽ പിരികേറ്റി ഇസ്രായേലിന് വേണ്ടി അമേരിക്ക യുദ്ധത്തിനിറങ്ങി. അല്ലാതെ അമേരിക്കയെ നേരിട്ട് ബാധിക്കുന്ന എന്ത് വെല്ലുവിളിയാണ് ഇറാൻ നടത്തിയിരിക്കുന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ പലരും പറയുന്നുണ്ട് ഇറാൻ ഒരു ക്ലോക്ക് ഉണ്ട് അത്രേ, ആ ക്ലോക്കിൽ ഇസ്രായേലിനെ തീർക്കുന്ന ദിവസം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അത് വിഡിത്തമാണോ നുണയാണോ വ്യാജപതനമാണോ എന്നൊന്നും അറിയില്ല, എങ്കിലും കുറേ പേർ അത് പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇസ്രായേൽ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ അത് ഇസ്രായേലും ഇറാനും തമ്മിൽ തീർക്കണം. അമേരിക്കക്ക് അതിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് മാത്രമല്ല, ഇറാൻ ഒരു ആണവ രാജ്യമാകുന്നതിനെ എങ്ങനെ ധാർമ്മികമായി അമേരിക്കയ്ക്ക് എതിർക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഇറാൻ അവരുടെ രാജ്യത്തിനുള്ളിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരെ ക്രൂരമായ രീതിയിൽ ശിക്ഷിച്ചു കൊല്ലുന്നു എന്നുള്ളതാണ് ഖാംനെയ്ക്കെതിരെയൊക്കെ ഒരു നെഗറ്റീവായിട്ട് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. ക്രൂരനായ ഭരണാധികാരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് അമേരിക്ക കിം ജോങ് ഉൻ എന്ന് പറയുന്ന ഉത്തര കൊറിയൻ പ്രസിഡന്റിന് നേരെ ഇതുപോലെ നീങ്ങാത്തതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത്? പോകുന്നതേ ഓർമ്മ ഉണ്ടാവുകയുള്ളൂ, പിന്നെ ഒന്നും കാണൂല. അടുത്ത നിമിഷം അമേരിക്ക ബാക്കിയും ഉണ്ടാകില്ല. കാരണം അദ്ദേഹം ഒരു സൈക്കോപാത്താണെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഒരു ഭയം എല്ലാവർക്കുമുണ്ട്, അമേരിക്കയ്ക്കുമുണ്ട്. അതുകൊണ്ടാണ് ഉത്തര കൊറിയക്കെതിരെ ട്രംപ് ഇതുവരെ ഒരു അക്ഷരം മിണ്ടാത്തത്. ലോകത്തെ ക്രൂരനായ ഏകാധിപതികളെ ഇല്ലാതാക്കാനാണ് ട്രംപിൻ്റെ ഉദ്ദേശമെങ്കിൽ ഉത്തര കൊറിയയിൽ നിന്നും അങ്ങനെ പല വാർത്തകളും വരേണ്ടതുണ്ടല്ലോ. എന്താണ് അങ്ങോട്ട് അമേരിക്ക പോകാത്തത് എന്ന് മാത്രമല്ല, ഇതിലൊക്കെ ഇടപെടാൻ ട്രംപ് ആരാണെന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ട്രംപിന് ആരാണ് ഈ ചുമതല ഏൽപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ട്രംപിൻ്റെ ചങ്ങാതിയായ നെതന്യാഹു പലസ്തീൻ ഗാസയിലേക്ക് നടത്തിയിട്ടുള്ള കൊടും ക്രൂരതകൾ, അതേക്കുറിച്ച് എന്താണ് ഈ ആളുകളൊക്കെ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ അവിടെ സെലക്റ്റീവായിട്ടുള്ള മനുഷ്യാവകാശത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് ഉണ്ടാകുന്നത്. ഇറാൻ അവരുടെ രാജ്യത്തിനുള്ളിൽ രാജ്യവിരുദ്ധരെ കൊല്ലുന്നത് ക്രൂരമാണെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഭരണാധികാരി ക്രൂരനാണെന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യത്ത് കടന്നു കയറി 10,000-കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ഒരു തലമുറയെ തന്നെ വംശനാശം വരുന്ന രീതിയിലേക്കും ആ വിധത്തിലേക്ക് വംശഹത്യ നടത്തിയ നെതന്യാഹുവിനെ അവിടെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആരാണ്? അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവനല്ല, അവിടെ മതമാണ് പ്രശ്നം. ഇവിടെയുള്ള കുറേ എണ്ണങ്ങൾ എരികേറ്റുന്നത് മതം പറഞ്ഞ് ആ മതത്തിലുള്ളവർ കൊല്ലപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തിയറിയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ സംഭവിക്കുന്നത് ഇറാന്റെ തകർച്ച ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഇറാനിൽ നിന്നും ഉടൻ അമേരിക്കയുടെ ഭരണം വരുമെന്ന് സ്വപ്നം കാണുന്നവർക്കൊക്കെ കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് ഇറാൻ ശക്തമായ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ക്ലസ്റ്റർ ബോംബുകൾ വ്യാപകമായി ഇസ്രായേൽ ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഈ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒരു മിസൈലിൽ നിന്നും ഈ മിസൈൽ തകർക്കപ്പെട്ടാലും ബോംബ് ഭൂമിയിൽ വീണ് 8 കിലോമീറ്ററോളം റേഡിയസിലേക്ക് 20-30 സ്പ്രെഡായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഓരോ അത്രയും സ്ഫോടനങ്ങളും ഒന്നിച്ചുണ്ടാകുകയും ചെയ്യും. ആ സ്ഫോടനങ്ങൾ ഇസ്രായേൽ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അതുപോലെ ഹിസ്ബുള്ള യുദ്ധരംഗത്തേക്ക് ഇറങ്ങി ഇസ്രായേലിൻ്റെ ഒരു വശം തകർത്തുകൊണ്ടിരിക്കുകയുമാണ്. 2 ഇസ്രായേൽ സൈന്യത്തെ കരയുദ്ധത്തിൽ വധിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ റഷ്യ ഉപയോഗിച്ചിരുന്ന സമാനമായ ഡ്രോണുകൾ ഇപ്പോൾ ഇറാൻ ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഡ്രോണുകൾ തകർക്കാൻ ഉക്രൈന് കഴിയുമെന്നുള്ളതിനാൽ ഉക്രൈൻ്റെ സൈനികരെയൊക്കെ അവിടെ തന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള വാർത്തകളും ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേലിനെ കൊണ്ട് കഴിയുന്നില്ല ഇറാൻ്റെ ഈ ഡ്രോൺ ആക്രമണത്തെയും മിസൈൽ ആക്രമണത്തെയും ഫലപ്രദമായി പ്രതിരോധിക്കാൻ എന്നുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ നോക്കൂ, 30,000-ഓളം കിലോമീറ്ററുകൾ താണ്ടി ഇസ്രായേലിനുള്ളിൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന വിധത്തിലേക്കുള്ള മിസൈലുകളൊക്കെ ഇറാൻ തയ്യാറാക്കിയെടുത്തിരിക്കുക കൂടിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇറാൻ കുറെ കൂടി കടുപ്പിച്ച് യുദ്ധരംഗത്തേക്ക് ഇത് കടക്കുന്നു. അല്ലെങ്കിൽ അവരുടെ പുതിയ പുതിയ ആയുധങ്ങൾ ഈ 10ാം ദിവസത്തോടു കൂടിയാണ് അവർ അനാവരണം ചെയ്യുന്നതും. അപ്പോൾ ഒരു വശത്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ചറപറ ആക്രമണം നടത്തുന്ന ആയുധങ്ങളുടെയും പ്രതിരോധശേഷിയും ഈ താട് പോലുള്ള
വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചതായി വാർത്തകൾ ഉണ്ടാകുന്നുണ്ട്. USS എബ്രഹാം അടക്കമുള്ള അവരുടെ വലിയ കപ്പലിലേക്ക് വലിയ തരത്തിൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ പവർ കുറയുമ്പോൾ ഇറാൻ അവിടെ പുതിയ ആയുധങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ മിസൈൽ നഗരങ്ങളിൽ നിന്നും ആവശ്യത്തിന് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാൾ അറബ് രാജ്യങ്ങളിലേക്ക് ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരുന്ന ഇറാൻ ഇപ്പോൾ അത് നേരെ മറിച്ച് അവിടെ നേരെ ഇസ്രായേലിലേക്ക് ഡയറക്റ്റ് ഹിറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റായി അടിക്കുക എന്ന നിലയിലേക്ക് സാഹചര്യങ്ങൾ മാറി വരുന്ന അവസ്ഥയുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ വലിയ ആക്രമണം കൊടുക്കുക എന്നുള്ളതിലേക്ക് മാറിയിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യും. ഇസ്രായേൽ ഒരുപക്ഷെ തങ്ങളുടെ രാജ്യത്ത് നേരെ നിരന്തരമായ ആക്രമണം ഉണ്ടായാൽ 12 ദിവസം ആക്രമണ സമയത്ത് പേടിച്ച് പിന്മാറിയതുപോലെ ഒരുപക്ഷെ സമാധാനത്തിലേക്ക് പോകാമെന്ന നിലയിലേക്ക് മാറാനും ട്രംപ് ഇപ്പോൾ ആക്രമണത്തിൻ്റെ മൂഡ് സ്വിച്ച് മാറ്റി ഒരു ഒത്തുതീർപ്പ് രീതിയിലേക്ക് കൊണ്ടുപോകാമെന്ന നിലയിലേക്കും വെള്ളരിപ്രാവിനൊക്കെ പറത്തി വരാനും സാധ്യതകളുണ്ട്. കാരണം ഇത് നമ്മൾ ഹമാസിൻ്റെ കാര്യത്തിൽ കണ്ടതാണ്, അറിഞ്ഞതാണ്, അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു പിടുത്തവുമില്ല, യാതൊരു രൂപവുമില്ല. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം കടക്കുന്നു. സ്വാഭാവികമായിട്ടും അത് ആ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചല്ല, അവിടെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണെന്ന് ഇറാൻ നിരന്തരമായി പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഇൻ്റർസെപ്റ്ററുകൾ ഈ മിസൈലുകൾ ആകാശത്ത് വെച്ച് പൊട്ടിക്കുമ്പോൾ അത് താഴേക്ക് വീടുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തായാലും ഗൾഫ് രാജ്യങ്ങൾ വലിയ ഭീതിയിലാണ്. അതുപോലെ തന്നെ UAE ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ബഹ്റൈനിൽ വലിയ അക്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ഫുജൈറയിലെ എണ്ണ വ്യവസായ മേഖലകൾ വീണ്ടും തീപിടുത്തം ഉണ്ടാകുന്നുണ്ട്. എണ്ണ വില ബാരലിന് $100 കടന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വിധത്തിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നു. ഹോർമുസ് കടലിടുക്ക് അടച്ച് വലിയ സമ്മർദ്ദം കൊടുക്കുന്നു. അതുപോലെ ഇസ്രായേലിന് നേരെ വ്യാപക ആക്രമണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കുക എന്നതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഇസ്രായേലിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധതന്ത്രം തന്നെ നേരെ തിരിച്ച് ഇസ്രായേലിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വിധത്തിലേക്ക് ഇപ്പോഴാ ഇറാൻ മാറുമ്പോൾ അത് നെതന്യാഹുവിൻ്റെ പ്രതീക്ഷകൾ കൈവിട്ടു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളായി നമുക്കിവിടെ കാണാനും സാധിക്കും. ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. മാരകായുധങ്ങൾ ഓരോന്നായി ഇറാൻ പുറത്തെടുക്കുന്നു. ക്ലസ്റ്റർ ബോംബുകൾ തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഫത്ത ശ്രേണിയിലുള്ള ഫത്ത 1 അതുപോലെ തന്നെ ഫത്ത 2 മിസൈലുകൾ ഉപയോഗിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ പല നൂതന ആയുധങ്ങളും ഇനിയും ഉണ്ടാകുമെന്ന് ഇറാൻ പറയുകയും 6 മാസക്കാലത്തോളം യുദ്ധം നീണ്ടുപോകുമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇറാൻ ഇനിയും എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്നുള്ളതും നമുക്കിവിടെ മനസ്സിലാക്കാവുന്നുള്ളത്. ഇത് ഇസ്രായേലിന് വലിയ ഭീഷണിയായി മാറുകയും നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും കണക്കുകൂട്ടലുകൾ വീണ്ടും തകർക്കുകയും ചെയ്തു എന്നായിരിക്കും നമുക്കിവിടെ അനുമാനിക്കാം. കാരണം അത്രത്തോളം വലിയ ആക്രമണമാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെ അടിച്ച് നിലംപരിശാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്. ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ഒക്കെ വലിയ തരത്തിൽ വീമ്പിളക്കിക്കൊണ്ടുന്ന സാഹചര്യമൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോഴിതാ ഇറാൻ്റെ അടി തടയാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി ബങ്കറിലേക്ക് ഒളിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.